CPIM-നെ തീർക്കാൻ ജി സുധാകരൻ. ആലപ്പുഴയിൽ CPIM-ഉം ജി സുധാകരൻ MLA-യും തമ്മിലുള്ള പരസ്യപ്പോര് തുടരുകയാണ്. അതേസമയം തന്നെ ജി സുധാകരന് അനുകൂലമായി CPIM-ൽ നിന്ന് വലിയ അടിയൊഴുക്കുണ്ടാകുന്നു എന്നുള്ള സൂചനയും പുറത്തു വരികയാണ്. ജി സുധാകരനെതിരെ വലിയ തോതിലാണ് അദ്ദേഹം പാർട്ടി വിട്ട ആ സമയം മുതൽ CPIM ജില്ലാ നേതൃത്വം ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചത്. പക്ഷേ അമ്പലപ്പുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ജി സുധാകരൻ വിജയിച്ചത്. 27,935 വോട്ടുകളുടെ ചരിത്ര ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ അമ്പലപ്പുഴയിൽ നിന്നും ജി സുധാകരൻ CPIM സ്ഥാനാർത്ഥിയായ H സലാമിനെതിരായി വിജയിച്ചത് UDF പിന്തുണയോടുകൂടി. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പലപ്പോഴും മുനയൊടിഞ്ഞു പോകാറാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ജി സുധാകരന്റെ ഈ ഒരു ഭൂരിപക്ഷവും അത്തരത്തിൽ വിലയിരുത്തപ്പെടണം. ഇത്രമാത്രം ഭൂരിപക്ഷം കിട്ടിയതിനു പിന്നിൽ അദ്ദേഹത്തെ കൃത്യമായി തന്നെ CPIM അണികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടന്നതാണ്. കാരണം ഇത്ര 27,935 വോട്ടുകളുടെ ചരിത്ര ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തെ വലിയ തോതിൽ CPM അണികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അമ്പലപ്പുഴയിലെ CPIM ഔദ്യോഗികമായിട്ടുള്ള പാർട്ടി അംഗങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും ഭൂരിപക്ഷം വരില്ലല്ലോ. അത് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയെ ഇപ്പോഴും അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വത്തെ അലട്ടുന്ന ഈ പ്രശ്നം അത് തന്നെയാണ്. ഇപ്പോഴും 63 വർഷം CPIM-ൽ പരിചയമുള്ള, പ്രവർത്തന പാരമ്പര്യമുള്ള, മന്ത്രിയായിട്ടുള്ള, സംഘടനാ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ജി സുധാകരനെ പോലെ മുതിർന്ന ഒരാൾക്ക് ഇപ്പോഴും ആലപ്പുഴയിലെ CPIM അണികൾക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്ന് ജില്ലാ നേതൃത്വം കൃത്യമായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. എന്നാൽ ആ ആരോപണങ്ങൾ തെളിയിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജി സുധാകരന് പാർട്ടി അംഗങ്ങളിലുള്ള സ്വാധീനം കൃത്യമായി തന്നെ ജില്ലാ നേതൃത്വത്തിന് അറിയാം. അത് തന്നെയാണ് ജില്ലാ നേതൃത്വം ഭയപ്പെടുന്നതും. ഇപ്പോൾ ജില്ലാ നേതൃത്വം ഭയപ്പെടുന്നതിന് അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ജി സുധാകരൻ തൻ്റെ പഴയ സഖാക്കളെ കണ്ടു തുടങ്ങി. ജി സുധാകരൻ തൻ്റെ ഒപ്പം 63 വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് CPIM-ൽ ഇപ്പോഴുമുണ്ട്. വ്യക്തിബന്ധങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട്. നേതാക്കൾ വന്ന് ഈ മൈക്കിന് മുന്നിൽ പ്രസംഗിക്കുന്നതിന് അപ്പുറത്തേക്ക് ജി സുധാകരൻ ഇപ്പോഴും ആലപ്പുഴയിലെ CPIM സഖാക്കൾക്കിടയിൽ കൃത്യമായ വ്യക്തിബന്ധമുണ്ട്. അദ്ദേഹം അത് നിലനിർത്തുകയും പുതുക്കുകയും ചെയ്യുന്ന ആളാണ്. ഇതിന്റെ തെളിവായി ഒരു വാർത്ത പത്രമാധ്യമങ്ങളിൽ വന്നു. ആലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവുമായി കായംകുളത്ത് വെച്ച് അദ്ദേഹം ഒരു ചർച്ച നടത്തി എന്നുള്ളതായിരുന്നു ഈ ഒരു വാർത്ത. പക്ഷെ പിന്നീട് ഈ വാർത്ത ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം എന്ന നിലയിൽ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തു. എന്നാൽ ഇതാരാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചില്ല. കാരണം നിലവിൽ കായംകുളം ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം, CPIM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു എന്നൊക്കെയുള്ള സൂചനകൾ വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടത്. അങ്ങനെയുള്ള ഒരാളും ജി സുധാകരനും തമ്മിൽ കായംകുളത്ത് വെച്ച് രഹസ്യ ചർച്ച നടത്തിയെന്നായിരുന്നു ആ വാർത്ത. എന്നാൽ ആ വാർത്തയിൽ പറയുന്ന CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗം ആരാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആകാശ് തഴശ്ശേരിയിൽ പറയുന്നത്. ആ മുൻ ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് നിലവിൽ കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള N ശിവദാസനാണെന്നാണ്. ശിവദാസനും ജി സുധാകരനും തമ്മിലാണ് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത്. മാത്രമല്ല രണ്ടുപേരും ഒരു മരണ വീട്ടിൽ പങ്കെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ രണ്ടുപേരും തമ്മിൽ വലിയ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന അഡ്വക്കേറ്റ് N ശിവദാസന് അവിടെ പ്രാദേശികമായി വലിയ തോതിൽ പിന്തുണയുള്ള ആളാണ്. കായംകുളത്തിനടുത്ത് പത്തിയൂരടക്കം വലിയ തോതിൽ പിന്തുണയുള്ള ആളാണ് അഡ്വക്കേറ്റ് N ശിവദാസൻ.
മാത്രമല്ല ഈ ശിവദാസൻ വഴി വേണ്ട ജി സുധാകരന് അണികളിലേക്ക് എത്താൻ. അദ്ദേഹത്തിന് അത്രയും വർഷത്തെ പരിചയമുണ്ട് CPM അണികളുമായിട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വ്യക്തിപരമായി ഇത്തരത്തിൽ CPIM-ന്റെ നേതാക്കളെ കണ്ട് സംസാരിക്കുന്നു. അദ്ദേഹം ഇത്തരത്തിൽ CPM-ന്റെ താഴേക്കിടയിലുള്ള അണികളുമായി വ്യക്തിബന്ധം പുലർത്തുന്നു. തൻ്റെ പഴയ സഖാക്കളെ ഉപേക്ഷിക്കാൻ അദ്ദേഹം ഇപ്പോഴും തയ്യാറാകുന്നില്ല. അങ്ങനെ 27,935 എന്ന തൻ്റെ ഭൂരിപക്ഷം തൻ്റെ സഖാക്കൾ തന്നെ തനിക്ക് ചെയ്ത വോട്ടാണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ആരൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെയാണ് തനിക്ക് വേണ്ടി വോട്ടുകൾ മറിച്ചത് എന്നുള്ള കാര്യവും ജി സുധാകരൻ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി ഇപ്പോൾ നേരിട്ട് CPIM-ലേക്ക് ഇടപെടുകയാണ്. CPM അണികളിലേക്ക് അദ്ദേഹം ഇടപെടുകയാണ്. ഒരു മിഡിൽ ലെവൽ നേതാക്കളിലേക്ക് അദ്ദേഹം നേരിട്ട് ഇടപെടുകയാണ്. ഇത് തന്നെയാണ് CPIM ജില്ലാ നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നതും. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്ന് H. സലാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഷാനിമോൾ ഉസ്മാനെയും CS സുജാതയെയും ഒക്കെ തന്നെ സ്ത്രീ വിരുദ്ധമായി ആക്ഷേപിച്ചയാൾ ആണ് ജി സുധാകരൻ എന്ന് H. സലാം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടി പറഞ്ഞിരുന്നു. മാത്രമല്ല അദ്ദേഹം 2021 തെരഞ്ഞെടുപ്പ് ചുമതല ഇല്ലാത്ത ഘട്ടത്തിൽ വൻതോതിൽ പണപ്പിരിവ് നടത്തി എന്നുള്ളതാണ് ഇന്ന് ജി സുധാകരന് എതിരായി H. സലാം ഉന്നയിച്ച ആരോപണം. അത് അദ്ദേഹം ഞാൻ ഉന്നയിച്ച ഒരു കാര്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു നാടകീയമായി അദ്ദേഹം പറഞ്ഞ ഡ്രാമാറ്റിക്കായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഈ ആക്ഷേപം 2021 പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരാൻ കാരണം അദ്ദേഹം പിരിച്ച പണം കൊടുത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അന്ന് കൃത്യമായി കണക്ക് പാർട്ടിക്ക് മുമ്പാകെയുണ്ട്. അതിന് ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഇതിന്റെ കണക്ക് പരസ്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം മോശക്കാരനാകും എന്നുള്ളതുകൊണ്ട് വളരെ അഡ്വാൻസായി ഇപ്പോൾ അദ്ദേഹം ഒരു കള്ളക്കണക്ക് പറഞ്ഞിരിക്കുകയാണ്. 7 ലക്ഷം രൂപയാണ് ഇലക്ഷൻ കമ്മിറ്റിക്ക് K. പ്രസാദ് സെക്രട്ടറി ഇലക്ഷൻ കമ്മിറ്റിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അദ്ദേഹം കള്ളക്കണക്ക് പറയും. ഞങ്ങളൊന്നും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്നില്ല. അദ്ദേഹം പിരിച്ച പൈസ നാട്ടിൽ പറയൂ, ജനങ്ങൾ കേൾക്കട്ടെ. അദ്ദേഹം അഴിമതി വിരുദ്ധത മുഖമൊക്കെ അടിഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരാളാണല്ലോ. ജനങ്ങൾ കേൾക്കട്ടെ അദ്ദേഹം പിരിച്ച പണം ആരുടെ എല്ലാം കയ്യിൽ നിന്ന് പൈസ. അദ്ദേഹം പറയുന്നത് അങ്ങനെ പരസ്യപ്പെടുത്താൻ പാടില്ല. എന്താ പരസ്യപ്പെടുത്തിയാൽ? തന്ന ആൾക്കാരെല്ലാം കള്ളപ്പണം തന്നല്ലോ, നേരായ പണമല്ലേ തന്നത്. പരസ്യപ്പെടുത്തിയ എന്താ പ്രശ്നം? എന്താ തന്നവർക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നം അവർക്കില്ല. അദ്ദേഹത്തിന് എന്താ പ്രശ്നം? പറഞ്ഞാൽ പിന്നെ പൈസ തരുമെന്നാണ്. അപ്പം ഇനിയും പൈസ മേടിക്കാൻ വേണ്ടി പറയുന്നില്ലെന്നല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം. ഒരു കുഴപ്പവും പരസ്യപ്പെടുന്നുകൊണ്ടില്ല. അദ്ദേഹം അന്ന് വാങ്ങി ആരെല്ലാം കയ്യിൽ നിന്ന് പൈസ വാങ്ങി, എത്ര ലക്ഷം വീതം വാങ്ങിയെന്ന് പരസ്യപ്പെടുത്തുക. അപ്പോൾ കൊടുത്ത കണക്കും വാങ്ങിയ കണക്കുമെല്ലാം നാട്ടുകാർക്ക് ബോധ്യമാകാൻ കഴിയും. ഞാൻ ആ കണക്കെല്ലാം കൂടി പ്രസിദ്ധീകരിച്ചിട്ട് അദ്ദേഹത്തെ മോശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പരസ്യമായി ഇത് കാര്യം പറയണം. കള്ളക്കണക്ക് പറയരുത്, ശരിയായ കണക്ക് സത്യസന്ധമായി അദ്ദേഹം പറയുക. അപ്പോൾ അറിയാം ജി സുധാകരന്റെ അഴിമതി വിരുദ്ധമായ പ്രതിച്ഛായ എവിടെയാണ് നിലകൊള്ളുന്നതെന്ന് കൃത്യമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലാവും. ഇതേ സലാമിനെതിരെ ജി സുധാകരൻ നടത്തിയ ഒരു പ്രയോഗമുണ്ട്. പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ് എന്നുള്ള പ്രയോഗം. ആ പ്രയോഗത്തിന് എതിരായി ഇപ്പോൾ H. സലാം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള R. നാസർ പറഞ്ഞത് ജി സുധാകരനെ കായികമായി ജനങ്ങൾ കയ്യേറ്റം ചെയ്യുമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കായികമായിട്ടുള്ള ഭീഷണിയും അതേപോലെ സാമ്പത്തിക ഇടപാടും സ്ത്രീ വിഷയവും ഒക്കെ നേതൃത്വം എടുത്തിടുന്നെങ്കിലും പക്ഷേ ജി സുധാകരൻ്റെ താഴേക്കിടയിലുള്ള സഖാക്കൾക്കിടയിലുള്ള സ്വാധീനത്തെ തകർക്കാൻ അതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് N. ശിവദാസനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതും അദ്ദേഹവുമായി ഒരു മരണ വീട്ടിൽ പങ്കെടുത്തതും. ഇത്തരത്തിലുള്ള സഖാക്കളെ, പഴയ സഖാക്കളെ അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം. ആരെല്ലാമാണ് ജില്ലാ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്നവരാരെല്ലാമാണ് തന്നെ അനുകൂലിക്കുന്നവർ എന്ന് ജി സുധാകരന് കൃത്യമായി തന്നെ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം താഴേക്കിടയിലുള്ള CPIM-ന്റെ അണികളുമായി കൃത്യമായ ആശയവിനിമയം ഇപ്പോഴും നടത്തുകയാണ്. അതുതന്നെയാണ് ജില്ലാ നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നത്. ജില്ലാ നേതൃത്വത്തിന് മുന്നിൽ ഇങ്ങനെ അവർക്കൊപ്പം പിന്തുണച്ച് നിൽക്കുന്നുണ്ട് എങ്കിലും ഇവരിൽ പലരുടെയും മനസ്സ് ജി സുധാകരന് ഒപ്പമാണ് എന്നുള്ള യാഥാർത്ഥ്യം ആലപ്പുഴയിലെ CPM നേതൃത്വം കൃത്യമായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള പുതിയ ആരോപണങ്ങൾ നേതൃത്വം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും തന്നെ
കൃത്യമായി തെളിയിക്കാൻ കഴിയുന്നില്ല. ആരോപണങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. അങ്ങനെ CPIM ജില്ലാ നേതൃത്വം ജി സുധാകരനെ ആരോപണങ്ങളിൽ കുടുക്കിയിടാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അണികൾക്ക് ഇടയിൽ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരു വികാരത്തെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജി സുധാകരൻ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് CPIM അണികൾക്കിടയിൽ സ്വാധീനമുണ്ട്. അത് പ്രകടമായി വരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന നിലയിൽ N ശിവദാസനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കാണാം. കാരണം ആലപ്പുഴയിലെ CPIM-ൽ മാത്രമല്ല അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമുള്ളത്. DYFIയിലെ വലിയൊരു വിഭാഗത്തിൻ്റെ മൗനമായ പിന്തുണ ജി സുധാകരനുണ്ട്. പ്രത്യേകിച്ചും പത്തിയൂർ പോലുള്ള മേഖലകളിലെ DYFIയും CPIM-ഉം അണികൾക്കിടയിൽ വലിയ തോതിൽ ജി സുധാകരന് അനുകൂലമായിട്ടുള്ള വികാരം ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹത്തെ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് വർഗശത്രുവാക്കി മാറ്റുന്ന പഴയ വിദ്യ ഇവിടെ ഫലപ്രദമായി നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗൗരിയമ്മയെ വർഗശത്രുവാക്കിയതുപോലെ, MV രാഘവനെ വർഗശത്രുവാക്കിയതുപോലെ CPM-ന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളായ ഒരു തരത്തിലെ അഴിമതിയുമില്ലാത്ത ജി സുധാകരനെതിരെ പെട്ടെന്ന് പൊടുന്നനെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹം കള്ളനാണെന്ന് പറയുന്നു, അദ്ദേഹം സ്ത്രീവിരുദ്ധനാണെന്ന് പറയുന്നു. ഇങ്ങനെ നേതൃത്വം അദ്ദേഹത്തിനെതിരെ അഴിച്ചുവിടുന്ന ആരോപണങ്ങളെല്ലാം തന്നെ വ്യാജമാണെന്ന് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തന പരിചയമുള്ള താഴേക്കിടയിലുള്ള സഖാക്കൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വം ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ പുതിയ ആരോപണങ്ങളാണ് കൊണ്ടുവരുന്നത്. പക്ഷേ അവരെ ആത്യന്തികമായി ഭയപ്പെടുത്തുന്നത് ജി സുധാകരന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പഴയ പ്രതാപം CPIM അണികൾക്കിടയിൽ ഉണ്ട്, DYFIക്കാർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. പല DYFIക്കാരും ഇപ്പോൾ മൗനത്തിലാണ്. കാരണം ജി സുധാകരന് കിട്ടിയ ഭൂരിപക്ഷമാണ് ഇപ്പോഴും നേതൃത്വത്തെ വിരളി പിടിപ്പിക്കുന്നത്. ഏതാണ്ട് 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ, അമ്പലപ്പുഴ മണ്ഡലത്തിൽ നേടിയത്. കൃത്യമായി പറഞ്ഞാൽ 27,935 വോട്ട്. അത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ഏതാണ്ട് 27 വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. അത് ഇവിടെല്ലാം തന്നെ സഖാക്കൾക്ക് CPIM-ന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ആ മേഖലയിൽ നിന്നൊക്കെ തന്നെയാണ് ജി സുധാകരന് വൻതോതിൽ വോട്ടുകൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ CPIM ജില്ലാ നേതൃത്വം ജി സുധാകരനെ ഭയപ്പെടുന്നു. ജി സുധാകരൻ വഴി പാർട്ടി വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള സംശയമാണ് ജില്ലാ നേതാക്കളെ അലട്ടുന്നത്. അതേസമയം തന്നെ UDFന്റെ പിന്തുണയോടുകൂടി തനിക്ക് അനുകൂലമായി നിലനിൽക്കുന്ന സഖാക്കളെ ഒന്നടങ്കം തൻ്റെ പക്കലേക്ക് അത് പ്രത്യക്ഷമായി വരുന്നില്ല എങ്കിൽ പോലും ജി സുധാകരന് കൃത്യമായി അറിയാം ആരെല്ലാമാണ് തന്നെ പിന്തുണയ്ക്കുന്ന സഖാക്കളെന്ന്. അവരെ തൻ്റെ കൂടെ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ജി സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ. അതിന് CPIM-ലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ്, വലിയൊരു വിഭാഗത്തിൻ്റെ മൗന അനുമതി ഉണ്ട് എന്നുള്ളതാണ് ജി സുധാകരനെ ഈ തരത്തിൽ അഡ്വക്കേറ്റ് N ശിവദാസിനെ പോലുള്ളവരെ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തി തന്നോടൊപ്പം ചേർക്കാനുള്ള ഒരു ധൈര്യം പകരുന്നത് എന്ന് ചുരുക്കത്തിൽ പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.